ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ലാഗ് വന്നു. നമ്മുടെ ഓഫീസിൽ നിന്ന് എൻ്റെ കൊളീഗിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ജിർലോടെ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു രാവിലെ തന്നെ. അത് കഴിഞ്ഞിട്ട് ആളുടെ ട്രീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. തൊടുപുഴയ്ക്കാണ് നമ്മൾ പോണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മൂവാറ്റുപുഴയിൽ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണ്. കാരണം റോഡ് പണി നടക്കുകയാണ്, നല്ല കാര്യമാണ്. പക്ഷേ എന്നാലും നമുക്കൊരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല പൊടിയാണ്, പിന്നെ മഴ പെയ്താൽ പിന്നെ നോക്കിയേ വേണ്ട, അതുപോലത്തെ ബ്ലോക്കാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ്. ഒരു കണക്കിന് നമുക്ക് നന്നായി, കാരണം ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടില്ല, നമ്മൾ കുറച്ച് നേരത്തെയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാണ്, എങ്ങനെയാണ് പണി നടക്കുന്നത്, എന്ന് തീരും എന്നൊക്കെയാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ വാഴക്കുളത്തിയപ്പോൾ ഞാൻ ചുമ്മാ വാഴക്കുളത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയാണ്, വാഴക്കുളത്തിൽ ഓരോ കടകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാൻഡ് ഗ്രിൽസിലാണ് പോയത്. നമുക്ക് വിശപ്പൊന്നും ആയിട്ടില്ലായിരുന്നു, എന്നാലും ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്തു. ആദ്യം എന്തോ ബട്ടർ ചീസ് സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ പ്രോൺസ് അല്ല, എന്തോ ഞണ്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഡിഷ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടേഴ്സായിട്ട്. പിന്നെ എന്താ, എല്ലാവരും ഒരുപാട് വെറൈറ്റീസ് ഒന്നും നോക്കിയിട്ടില്ല. എന്താ, ഇല ബിരിയാണി, കിഴി ബിരിയാണി, പിന്നെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അവൾ മാത്രം വെജ് മീൽസ്, പിന്നെന്താ കിഴി ബിരിയാണിയാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് ചട്ടിച്ചോറായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു, കഴിച്ചു. എല്ലാവരും ഒരുപാട് വിശപ്പില്ലാത്തതുകൊണ്ട് അധികമൊന്നും കഴിക്കാനും പറ്റിയില്ല. പിന്നെ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ പളനിക്ക് പോയിട്ടുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ. ഒരു നേർച്ചയുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ മുടി വെട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ 3 പേരുള്ളതുകൊണ്ട് KSRTCക്കാണ് നമ്മൾ പോയത്. അങ്ങോട്ടേക്കുള്ളതും ഇങ്ങോട്ടേക്കുള്ളതും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വഴിക്ക് KSRTCക്ക് പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പോണ വഴിക്ക് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, കുറേ കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. വെളുപ്പിന് 5:30 ആയപ്പോഴത്തേക്ക് നമുക്ക് റൂമിൽ തന്നെ മുട്ടയടിക്കാനുള്ള ആൾ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് കുഴപ്പമില്ലാണ്ട് ഇരുന്ന് തന്നു. പിന്നെ മുട്ടയടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റൂമൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തു. അവിടെ എന്തോ ഉത്സവമായതുകൊണ്ട് ഫുൾ ബുക്ക്ഡ് ആയിരുന്നു.
പിന്നെ നമ്മൾ മല കയറിയിട്ട് വന്നിട്ടുള്ള വീഡിയോ ഉണ്ടോ. നമ്മൾ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും മല കയറിയിട്ടുണ്ടായിരുന്നു. ഫോണൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലാത്തതുകൊണ്ട് താഴെ വെച്ചിട്ടാണ് പോയത്. പിന്നെ അവിടെ ഉത്സവം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കുറേ ക്ലിപ്സാണ്. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നോക്കിയിരിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. നമ്മൾ മല ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഏകദേശം 10:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് പോയപ്പോൾ ശരിക്കും ഞാൻ മടുത്തു പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ലാണ്ട് തൊഴാൻ പറ്റി നമുക്ക്. അപ്പോൾ പോയതൊക്കെ ഭംഗിയായിട്ട് വന്നു. കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ അന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ച് ബസ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ്. അപ്പോഴും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചുള്ള യാത്രയാണ്. നമ്മൾ രാവിലെ ഒരു 9:30 കൂടിയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്.